ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ പ്രിയമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എൻ്റെ സ്നേഹമുള്ള യുവജനങ്ങളെ, എൻ്റെ സ്നേഹമുള്ള കുട്ടികളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദേശം അയക്കുന്നത്. ഇന്നലെ നമ്മുടെ രൂപതയുടെ രജത ജൂബിലി ആഘോഷിച്ചു. അതുപോലെ തന്നെ എൻ്റെ മെത്രാഭിഷേകത്തിൻ്റെയും രജത ജൂബിലി, സിൽവർ ജൂബിലി ആഘോഷിച്ചു. നിങ്ങളെല്ലാവരും വന്നു, വളരെ സ്നേഹത്തോടുകൂടി പങ്കെടുത്തു, വളരെ ഭക്തിയോടെ കുർബാനയിൽ പങ്കെടുത്തു. അതിനെല്ലാ പരിപാടികൾക്കും നിങ്ങൾ പങ്കെടുത്തു. നിങ്ങൾ വലിയ ത്യാഗം ചെയ്താണ് ഇതെല്ലാം വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ്. വന്നവരെല്ലാം പറഞ്ഞു, എന്ന് നല്ല അച്ഛന്മാര്, എന്ന് നല്ല സിസ്റ്റേഴ്സ്, എന്ന് നല്ല ജനങ്ങള്, എത്ര നല്ല യുവജനങ്ങള്, എത്ര നല്ല കുട്ടികള്, നല്ല ഐക്യത്തോടും സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി ചെയ്യുന്നല്ലോ എന്ന് അത് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സ്വകാര്യമായ ഒരു അഹങ്കാരം തോന്നി, എന്നാലും വലിയ സന്തോഷം തോന്നി. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടുകൂടി ഞാൻ നന്ദി പറയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഇതിന് പിന്നില് വലിയ ത്യാഗവും വലിയ പ്രയത്നവും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 16 കമ്മിറ്റികളിലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനം അച്ഛന്മാരും അൽമായരും സിസ്റ്റേഴ്സും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത് നടന്നത്. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ നിഷ്ഠയോടെ ശ്രദ്ധയോടെ ചെയ്തു. അതുകൊണ്ടാണ് ഇത് വിജയിച്ചത്. കണ്ടവരും കേട്ടവരും എല്ലാം പറഞ്ഞു, ഇതുപോലൊരു കാര്യം ഞങ്ങൾ അധികമൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഭംഗിയായിട്ട് അവരത് ചെയ്തു. എന്ത് വലിയ ത്യാഗമാണ് ചെയ്തത്, എന്ത് വലിയ സ്നേഹത്തോടെ അത് പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് ഉള്ള കർത്താവിനുള്ള വിശ്വാസവും നമ്മുടെ രൂപതയോടുള്ള സ്നേഹവും നിങ്ങളുടെ ഐക്യവും എന്നോടുള്ള സ്നേഹവും എല്ലാം ഞാനത് കൂടുതലായി മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ കൈകൂട്ടി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമയോടെ നന്ദിയോടെ നാം ഒന്നായി എന്നുള്ള ആപ്തവാക്യമാണ് നമ്മൾ സ്വീകരിച്ചത്. ശരിക്കും ആ വാക്ക് നമ്മളിവിടെ നിറവേറ്റി. ദൈവം അനുവദിച്ചു. നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്നു, എല്ലാം നന്നായിട്ട് ചെയ്തു. വന്നവരെല്ലാം അത് വളരെ ശ്ലാഘിച്ചു സംസാരിച്ചു. തന്നെയുമല്ല, നമ്മുടെ രൂപതയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാനായി, നമ്മുടെ കൂട്ടായ്മ പ്രകടപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. അതിനൊക്കെ നന്ദി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദിയുണ്ട്. വന്ന പിതാക്കന്മാരും അൽമായരും രാഷ്ട്രീയക്കാരും മറ്റുള്ള എല്ലാ ആളുകളും നല്ല വാക്കുകൾ പറഞ്ഞു. അതിനെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു.